ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു കൊത്തു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് പൊറോട്ട കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം ചിക്കൻ എടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയും ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും. നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. 3 കോഴിമുടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 3 കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. അതൊന്ന് ചിക്കി എടുത്തിട്ട് വരാം, ഒന്ന് ആവട്ടെ. ഗൈസ്, നമ്മളെ ചാനൽ എല്ലാവരും കാണുന്ന സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ കണ്ടു പോകുന്നല്ലാതെ ലൈക്കും ചെയ്യുന്നില്ല, അതുപോലെ സബും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ കോഴിമുട്ട ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുഞ്ഞി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചിക്കനൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയായ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന പോലെ തന്നെ അതിനെക്കാട്ടിയും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കടയിൽ നിന്നെല്ലാം എല്ലാവരും കൊത്തു പൊറോട്ടയൊക്കെ കഴിക്കുന്നത് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ കൊത്തു പൊറോട്ട ആണിത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ചിക്കനൊന്ന് മുരിഞ്ഞ് വരട്ടെ. 2 ഭാഗം ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നമുക്ക് കോരിയെടുക്കാം. അതിനുശേഷം ആ ബാക്കി വന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയില്ലേ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ നല്ല മുരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ സവോള അതിലിട്ടേക്ക് ഇട്ടിട്ട് ആ ബാക്കി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു നമുക്കൊന്ന് വഴറ്റിയിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എരിവ് വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പച്ചമുളക് ഇഷ്ടമുള്ളവർ ഇട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒറ്റ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അതൊന്ന് വഴന്ന് വരട്ടെ. പെട്ടെന്ന് വഴന്ന് കിട്ടാനായി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ആ ഉപ്പും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അതിനിടയിൽ തന്നെ നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ, ആ മുരിച്ചെടുത്ത ആ ചിക്കൻ നമുക്ക് പീസാക്കി കുഞ്ഞി കടിക്കാൻ കിട്ടുന്ന പീസാക്കി എടുത്ത് വെക്കണം. അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായി വന്നപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോഴിമുട്ടയും അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്നിച്ച് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ, കടിക്കാൻ കിട്ടുന്ന പീസാണ് കേട്ടോ. നന്ന ചെറുതാക്കണ്ട, മിക്സി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് തന്നെ പിച്ചെടുത്തതാണ്. അതിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില. ഇത് നമ്മൾ ഗ്രേവിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഗ്രേവി ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊത്തു പൊറോട്ട ടേസ്റ്റിയായ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി നമുക്ക് കഴിക്കാം. ഒന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.